അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ അക്കൗണ്ടിൽ ഒരു പുതിയ റോബോട്ട് കണക്ട് ചെയ്ത് ട്രേഡ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ട്രേഡിങ്ങിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഏറിയാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു $25 പ്രോഫിറ്റ് കിട്ടുന്നത് വരെയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഇതിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇതിലൊരു ബൈ സ്റ്റോപ്പും ഒരു സെൽ സ്റ്റോപ്പും ഇവിടെ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാലൻസ് 858.28 നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇത് മാർക്കറ്റിൽ രണ്ടാലൊരു ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ മറ്റേ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവുകയും ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്കറിയാം, അത് സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ടാണ് കട്ടായത്. ഇത് ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും, ഇടയ്ക്ക് പിന്നെ ടാർജറ്റ് അടിക്കും. ടാർജറ്റും സ്റ്റോപ്പ് ലോസൊക്കെ ഉള്ള റോബോട്ടാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ചെറിയ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ചെറിയ ലോസിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ സംവിധാനം ഒരു വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ വരാം. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ലോസ് കുറേ എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലോസുകളും കുറേ പ്രോഫിറ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാത്ത രീതിയിൽ ഒരുപാട് മണിക്കൂറുകളോളം അതങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് 24 മണിക്കൂർ ഓൺ ചെയ്തിടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് VPSൻ്റെ ആവശ്യം ശരിക്കും ഇതിനില്ല. നമ്മളെ സാധാരണ കമ്പ്യൂട്ടറിൽ ഇത് റൺ ചെയ്യിപ്പിച്ചാൽ മതിയാവും. ഒരു മണിക്കൂറൊക്കെ തന്നെ നമ്മൾ വർക്ക് ചെയ്താൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റൊക്കെ നമുക്ക് കിട്ടാനാണ് പലപ്പോഴും സാധ്യത. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു റോബോട്ടായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണഗതിയിൽ എല്ലാ അക്കൗണ്ടുകളിലും ഇത് വർക്കാവില്ല. ECN അക്കൗണ്ടുകൾ, അതുപോലുള്ള സ്പ്രെഡ് കുറവുള്ള അങ്ങനെയൊക്കെയുള്ള ചില സ്പെഷ്യൽ അക്കൗണ്ടുകളിൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി വർക്കാവുള്ളൂ. മാത്രമല്ല, ഈ ഒരു സ്ട്രാറ്റജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലായ്പ്പോഴും നമുക്ക് എല്ലാ ബ്രോക്കറിലും ഇത് സപ്പോർട്ടായിക്കൊള്ളണം എന്നില്ല. ഒട്ടുമിക്ക ബ്രോക്കർമാരും ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനത്തെ എതിർക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇതുപോലെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് തരാത്തവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ ഈ ഒരു സംഭവം ഇതിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ കുറച്ച് പ്രോഫിറ്റൊക്കെ വന്നിരുന്നു, 888 സംതിങ്ങിലേക്കൊക്കെ വന്നിരുന്നു. അത് വീണ്ടും ട്രേഡ് ഇട്ടു, അത് പിന്നെ ആവറേജിങ് ഇട്ടു, അത് ലോസായി 870 ചില്ലാനായി. അങ്ങനെ അത് വീണ്ടും ചെറിയൊരു പ്രോഫിറ്റ് വന്ന് 883 ഇങ്ങനെ നമ്മൾ ടോട്ടൽ ഒരു $25 പ്രോഫിറ്റ് എത്തുന്നത് വരെ മാത്രമാണ് ഇത് ഇപ്പോൾ ഇവിടെ റൺ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ 10 മിനിറ്റ് ആകുമ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യും, അതല്ലെങ്കിൽ $25 പ്രോഫിറ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഈ ഒരു രീതിയിൽ ഈ ട്രേഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് എത്ര പ്രോഫിറ്റ് കിട്ടുക എന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ പെട്ടതല്ല. നമുക്കറിയാം, ഇതിൽ 0.02 ആണ് ഇവിടെ നമ്മൾ ലോഡ് സൈസ് വെച്ചിട്ടുള്ളത്. ഒരു $500 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 0.01 ആണ് നമ്മൾ വെക്കാൻ ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പോൾ 800 ചില്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം $12 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം 3 മിനിറ്റാണ് ഇപ്പോൾ ഇവിടെ റണ്ണായിട്ടുള്ളത്. 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് $15 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 888 എന്ന് പറയുമ്പോൾ 12ഉം, അപ്പോൾ ഒരു 915 പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 910 ആയിട്ടുണ്ട്. 910, 911 നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാൻ ഏകദേശം സമയമായിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോസുകൾ സംഭവിച്ചേക്കാം. ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. 10 മിനിറ്റാണ് നമ്മളെ പരമാവധി സമയം. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഉദ്ദേശിച്ച പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഇതിൽ $25 കംപ്ലീറ്റ് ആകുന്നത് ആ സമയത്ത് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 917 നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്.